ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം തിരുവചനം നമ്മളോട് ഇപ്രകാരം അറിയിച്ചു: ഒരുവനെ ഭയപ്പെട്ട് 1000 പേർ ഓടും. നിങ്ങളെ 5 പേർ ഭീഷണിപ്പെടുത്തിയാൽ എല്ലാവരും ഓടും. എന്നാൽ അവശേഷിക്കുന്നവൻ മലമുകളിലെ കൊടിമരം പോലെയും കുന്നിൻ മുകളിലെ ചൂണ്ടുപലകയും പോലെയാണ്. ആയതിനാൽ കർത്താവ് നിന്നോട് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്നു. നിന്നോട് കർത്താവ് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്നു. കർത്താവ് നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ കർത്താവാണ്. അവിടുത്തെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ അവയെ ഭയന്ന് ഓടുകയല്ല, വിശ്വാസ സ്ഥിരതയോടുകൂടി നിലനിൽക്കുക. അങ്ങനെയുള്ളവർ മലമുകളിലെ കുടിമരം പോലെയും കുന്നിൻ മുകളിലെ ചൂണ്ടുപലകയും പോലെയുമാണ്. അവനോട് കർത്താവ് ഔദാര്യം കാണിക്കും. അവിടുന്ന് നിന്നോട് കാരുണ്യം കാണിക്കുവാൻ വേണ്ടി അവിടുന്ന് തന്നെ ഉയർത്തുന്നു. കർത്താവ് നീതിയുടെ കർത്താവാണ്. അവിടുത്തെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരുമാകുന്നു. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൻ്റെ സ്ഥിരതയിലൂടെ നമുക്ക് മുന്നേറാം. നാം ഒന്നിനും ഭയപ്പെടേണ്ടതായിട്ടില്ല. എൻ്റെ ശക്തനായവൻ എൻ്റെ കൂടെയുണ്ട്. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.